ട്യൂഷന്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 8 സൗണ്ടിൽ വരുന്ന ലെറ്റസ് അസസ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. Question: Which part of the following sound sources vibrates prominently when sound is produced? A. Drums, B. Maddalam, C. Bugle. മൂന്ന് സൗണ്ട് സോഴ്സസ് തന്നിട്ടുണ്ട്, ഡ്രംസ്, മദ്ദളം, ബ്യൂഗിൾ. അപ്പം ഇതിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് പാർട്ടാണ് വൈബ്രേറ്റ് ചെയ്യുക? അപ്പം നമുക്ക് മൂന്ന് സൗണ്ട് സോഴ്സസ് തന്നിട്ടുണ്ട്, ഡ്രംസ്, മദ്ദളം, ബ്യൂഗിൾ. ഇതിൽ ഡ്രംസിലും മദ്ദളത്തിലും സ്ട്രെച്ച്ഡ് മെമ്പറൈൻ ആണ് അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഈ ബ്യൂഗിൾ എടുക്കുകയാണെങ്കിൽ ബ്യൂഗിളിനകത്തുള്ള എയർ കോളം ആണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The part that vibrates in each sound source is A. Drums, the stretched membrane vibrates. B. Maddalam, the stretched membrane vibrates. C. Bugle, the air column inside vibrates. Question: A source of sound is an essential component for hearing sound. Which are the other two components? സൗണ്ട് കേൾക്കുന്നതിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് സൗണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ മറ്റ് രണ്ട് കമ്പോണൻസ് ഏതൊക്കെയാണ്? ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നതിന് വേണ്ടി നമുക്ക് ചില കമ്പോണൻസ് വേണം. അതിലത്തെ ഒന്നാണ് സൗണ്ട് സോഴ്സ്. മറ്റ് രണ്ട് കമ്പോണൻസ് ആണ് മീഡിയവും റിസീവറും. അതായത് ഒരു സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം അത്യാവശ്യമാണ്. മീഡിയം പറഞ്ഞാൽ എയർ, വാട്ടർ, സോളിഡ് ഒക്കെയാണ് വരുന്നത്. പിന്നെ റിസീവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സൗണ്ട് ഡിറ്റക്ട് ചെയ്യാനാണ് റിസീവർ ചെയ്യുന്നത്. ഇതിന് ഉദാഹരണം പറയണമെങ്കിൽ നമ്മുടെ ചെവി, നമ്മൾ ചെവിയിലൂടെയാണ് കേൾക്കുന്നത്. അപ്പോൾ സൗണ്ട് ഡിറ്റക്ട് ചെയ്യുന്നതും ഇയറിലൂടെയാണ്. അതിന് നമ്മൾ റിസീവർ എന്ന് പറയും. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The other two essential components for hearing sound are a medium for the sound to travel through like air, water or a solid. A receiver to detect the sound like our ear. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: Plan an activity to demonstrate that sound travels through solids. സൗണ്ട് സോളിഡിലൂടെ ട്രാവൽ ചെയ്യുമെന്നതിന് ഒരു ആക്ടിവിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു സിമ്പിൾ ആക്ടിവിറ്റി വഴി നമുക്കിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അതായത് ഒരു ഡെസ്ക് അല്ലെങ്കിൽ ടേബിൾ വഴി നമുക്കിത് പെർഫോം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പേഴ്സൺ വന്നിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി വന്നിട്ട് ഡെസ്കിന്റെ ഒരറ്റത്ത് അവരുടെ ചെവി ഫ്ലാറ്റ് ആയിട്ട് വെച്ചിട്ട് ഡെസ്കിനോട് ചേർത്ത് വെക്കാം. മറ്റേ വ്യക്തി വന്നിട്ട് ഡെസ്കിന്റെ മറ്റേ എൻഡിൽ വന്നിട്ട് എന്തെങ്കിലും ടാപ്പ് ചെയ്യുക, കൈകൊണ്ട് ടാപ്പ് ചെയ്യുക, എന്തെങ്കിലും സ്ക്രാച്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കാം. അപ്പൊ ഈ ചെവി ഡെസ്കിനോട് അടുത്ത് വെച്ചിരിക്കുന്ന ആ വ്യക്തി, അതായത് മറ്റേ സൈഡിൽ നിൽക്കുന്ന ആ വ്യക്തിക്ക് ഈ ഒരു സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാം സൗണ്ട് വന്നിട്ട് സോളിഡിലൂടെ ട്രാവൽ ചെയ്യുമെന്ന്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. We can perform a simple activity with a desk or table. One person can place their ear flat against one end of the desk. Another person can gently tap or scratch the other end of the desk. The person with their ear on the desk will hear the sound clearly. This proves sound travels through solids. Question: Write down whether the following statements are true or false. Correct them if wrong. അപ്പോൾ താഴെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതാം. അതിനോടൊപ്പം റോങ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. സൗണ്ടിന് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇതിന്റെ ഉത്തരം ഫോൾസ് ആണ്. കാരണം സൗണ്ടിന് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതിനൊരു മീഡിയം ആവശ്യമാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ഫോൾസ്. സൗണ്ട് കനോട്ട് ട്രാവൽ ത്രൂ എ വാക്വം. ഇറ്റ് നീഡ്സ് എ മീഡിയം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ്. സൗണ്ട് വന്നിട്ട് ഒബ്ജക്ട്സിന്റെ വൈബ്രേഷൻ മൂലമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ശരിയാണ്, ട്രൂ ആണ്. കാരണം ഒബ്ജക്ട്സ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ട്രൂ. സൗണ്ട് ഈസ് മെയ്ഡ് ബൈ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്സ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സോളിഡ്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഇൻ ഗ്യാസസ്. ഗ്യാസസിനെക്കാളും സോളിഡിലാണ് സൗണ്ടിന്റെ സ്പീഡ് ഗ്രേറ്റർ എന്ന്. അപ്പൊ ഇത് ട്രൂ ആണ്. കാരണം സൗണ്ട് വന്നിട്ട് ഗ്യാസിനെക്കാളും സോളിഡിലാണ് ഫാസ്റ്റർ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ട്രൂ. സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റർ ഇൻ സോളിഡ്സ് ദാൻ ഇൻ ഗ്യാസസ്. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. സ്പീഡ് ഓഫ് സൗണ്ട് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി
സൗണ്ടിൻ്റെ സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫോൾസ് ആണ്. കാരണം ടെമ്പറേച്ചർ, ഒരു മീഡിയത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സൗണ്ടിൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ഫോൾസ്. The speed of sound increases as the temperature of the medium increases. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question. Which of the given musical instruments produce sound by the vibration of the leather diaphragm? താഴെ നമുക്ക് കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് തന്നിട്ടുണ്ട്. ഇവയിൽ നിന്നും ലെതർ ഡയഫ്രത്തിന്റെ വൈബ്രേഷൻ മൂലം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് നോക്കാം. വയലിൻ, ചെണ്ട, ഫ്ലൂട്ട്, മൃദംഗം, വീണ, തബല. അപ്പോൾ ഇവയിൽ ലെതർ ഡൈഫ്രത്തിന്റെ വൈബ്രേഷൻ മൂലം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ചെണ്ടയാണ്, രണ്ടാമത്തെ മൃദംഗമാണ്, മൂന്നാമത്തെ തബലയാണ്. വയലിന് അതുപോലെ വീണ അതിലൊക്കെ സ്ട്രിങ്ങിൽ നിന്നാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ഫ്ലൂട്ടിൽ നിന്നിട്ട് അതിനകത്തുള്ള എയർ കോളത്തിൽ നിന്നാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The instruments that produce sound by the vibration of leather diaphragm or membrane are chenda, mridangam, tabla. Question. Can the astronauts directly hear each other while talking on the lunar surface? Why? Astronauts ലൂണാർ സർഫസിൽ നിൽക്കുമ്പോൾ അവർ പരസ്പരം സംസാരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ ഉത്തരം എസ് ആണെങ്കിലും നോ ആണെങ്കിലും അതിൻ്റെ റീസൺ വിശദീകരിക്കുക. ഇപ്പം ആസ്ട്രോണറ്റ്സിന് ലൂണാർ സർഫസിൽ പരസ്പരം സംസാരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല, അവിടെ വാക്വമാണുള്ളത്. സൗണ്ട് വന്നിട്ട് വാക്കത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതിനൊരു മീഡിയം ആവശ്യമുണ്ട്. അത് എയർ പോലത്തെ മീഡിയം അവിടെ ആവശ്യമുണ്ട്. ഇവരുടെ അതായത് ആസ്ട്രോണറ്റ്സിന്റെ ഹെൽമെറ്റ്സിൽ ഒരു റേഡിയോ ഉണ്ട്. ആ റേഡിയോ വെച്ചിട്ടാണ് ഇവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതെന്താ റേഡിയോ മാത്രം വർക്ക് ചെയ്യുന്നത് വെച്ചാൽ റേഡിയോ വേവ്സ് വന്നിട്ട് വാക്കത്തിലൂടെ ട്രാവൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. No, astronauts cannot hear each other directly on the lunar surface. Explanation. This is because the moon has no atmosphere, which means it is a vacuum. Sound waves need a medium like air to travel, and since there is no medium in a vacuum, sound cannot propagate. They use radios in their helmets to communicate, as radio waves can travel through a vacuum. Question. Write down an example each for music and noise. മ്യൂസിക്കിനും നോയ്സിനും ഓരോ എക്സാമ്പിൾ സഹിതം എഴുതുക. മ്യൂസിക് എന്ന് പറയുന്നത് പ്ലസന്റും റെഗുലർ ആയിട്ടുള്ള വൈബ്രേഷൻസ് ആണ്. അതേസമയം നോയ്സ് എന്ന് പറയുന്നത് അൺപ്ലസന്റും ഇറഗുലർ ആയിട്ടുള്ള വൈബ്രേഷൻസ് ആണ്. ഇപ്പൊ മ്യൂസിക്കിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വയലിൻ പ്ലേ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ആണ്. അതേസമയം നോയ്സിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നല്ല ട്രാഫിക് ഉള്ള റോഡിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെവി സൗണ്ട് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. മ്യൂസിക് ഈസ് ജനറലി പ്ലസന്റ് ആൻഡ് ഹാസ് റെഗുലർ വൈബ്രേഷൻസ് while noise is unpleasant and has irregular vibrations. An example of music is the sound produced by playing a violin. An example of noise is the sound of heavy traffic on a busy road. Subscribe to this channel for more videos like this. Question. Suggest 2 ways to reduce noise pollution. Noise pollution reduce ചെയ്യാനുള്ള 2 ways സജസ്റ്റ് ചെയ്യാം. ഇപ്പം നോയ്സ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ പല വേസ് ഉണ്ട്. അതിൽ 2 വേസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തേത് പറയുന്നത് വെഹിക്കിൾസിനകത്ത് സൈലൻസേഴ്സ് യൂസ് ചെയ്യാന്നാണ്. അപ്പം ഇത് വന്നിട്ട് എൻജിൻ്റെ നോയ്സ് റെഡ്യൂസ് ചെയ്യും. പിന്നെ ലൗഡായിട്ടുള്ള എയർ ഹോൺസ് യൂസ് ചെയ്യാതിരിക്കുക. അത് മാത്രമല്ല കൂടുതൽ ട്രീസ് നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ട്രീസ് വന്നിട്ട് ഒരു നാച്ചുറൽ സൗണ്ട് ബാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതോടൊപ്പം നോയ്സിനത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. 2 ways to reduce noise pollution are use silencers in vehicles to reduce engine noise and avoid using loud air horns. Plant more trees as they can act as natural sound barriers and absorb noise. Question. Which of the following medium has the highest speed of sound, which has the lowest? A. Solid, B. Gas, C. Vacuum, D. Liquid. തന്നിരിക്കുന്ന മീഡിയങ്ങളിൽ
ഏത് മീഡിയത്തിനാണ് ഹയസ്റ്റ് സ്പീഡ് ഓഫ് സൗണ്ട് ഉള്ളത്, അതുപോലെ ഏത് മീഡിയത്തിനാണ് സൗണ്ട് ലോവസ്റ്റ് സ്പീഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് 4 മീഡിയം തന്നിട്ടുണ്ട്, സോളിഡ്, ഗ്യാസും വാക്വം, ലിക്വിഡും. ഇതിൽ സോളിഡിലാണ് സൗണ്ടിന് ഹയസ്റ്റ് സ്പീഡ് ഉള്ളത്, അതേസമയം ഗ്യാസിലാണ് സോളിഡിന് ലോവസ്റ്റ് സ്പീഡ് ഉള്ളത്. ഇനി വാക്വം എടുക്കുകയാണെങ്കിൽ വാക്വത്തിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുകയില്ല, അതുകൊണ്ട് അവിടെ വരുന്ന സ്പീഡ് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The medium with the highest speed of sound is A. Solid. The medium with the lowest speed of sound from the options is B. Gas. Sound cannot travel through C. Vacuum at all, so its speed is 0. Question. Describe the bell jar experiment to prove that sound requires a medium for propagation. ഒരു ബെൽ ജാർ എക്സ്പെരിമെന്റ് യൂസ് ചെയ്തിട്ട് സൗണ്ടിന് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഒരു മീഡിയം ആവശ്യമുണ്ടെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ബെൽ ജാർ എക്സ്പെരിമെന്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ വന്നിട്ട് ഒരു സീൽഡ് ഗ്ലാസ് ജാറിൽ ഒരു ഇലക്ട്രിക് ബെല്ല് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ജാറിൽ വന്നിട്ട് ഒരു വാക്വം പമ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ആ ഒരു ജാറിനകത്തുള്ള എയർ റിമൂവ് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ എയർ റിമൂവ് ചെയ്യാത്ത സമയത്ത്, അതായത് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് നമ്മൾ ബെല്ല് റങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ജാറിനകത്ത് എയർ ഉണ്ട്. അപ്പോൾ ഈ എയറിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്തിട്ട് നമുക്ക് പുറമേ നിൽക്കുമ്പോൾ ആ ഇലക്ട്രിക് ബെല്ലിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ വാക്വം പമ്പ് യൂസ് ചെയ്തിട്ട് ആ ജാറിനകത്തുള്ള എയർ റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ റിമൂവ് ചെയ്യുന്നതോറും നമുക്ക് ആ ഒരു ബെല്ലിൻ്റെ സൗണ്ട് കുറഞ്ഞു വരും. അവസാനം എയർ ഫുൾ റിമൂവ് ആകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സൗണ്ടേ കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചാൽ, അപ്പോൾ ആ ജാറിനകത്ത് എയർ കംപ്ലീറ്റ് ആയിട്ട് പോയി, അപ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ല. അതായത് സൗണ്ടിന് ഒരു മീഡിയം വേണം ട്രാവൽ ചെയ്യാൻ, അതില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല എന്ന് ഈ ഒരു എക്സ്പെരിമെന്റ് വഴി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. In the bell jar experiment, an electric bell is placed inside a sealed glass jar, the bell jar. The jar is connected to a vacuum pump which can remove the air from inside. Initially, when the bell is rung with air inside the jar, the sound can be heard clearly outside. Then, as the vacuum pump removes the air from the jar, the sound of the bell becomes fainter and fainter, even though the bell is still visibly ringing. When most of the air is removed, the sound can no longer be heard, proving that sound needs a medium like air to travel. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.